ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാ എൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 വണ്ടികളും ഇവിടെ കിടപ്പുണ്ട്. ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടറിയാം, മഴക്കാലം ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരെ ഫുള്ള് ചെളിയിലും മണ്ണിലും ഒക്കെ ആയിരുന്നു. ചെയിനൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്, കാണാൻ പറ്റുമോ ഇല്ല, പറ്റൂല. ഇവനെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കണം, ചെയിൻ ലൂബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഇതല്ല, നമ്മളൊരു വലിയ യാത്ര പോകാനിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ സംസാരിക്കാം. എന്തായാലും ആ വലിയൊരു യാത്രയുടെ ഒരു പ്രിപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ വണ്ടി കഴുകാൻ കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ എല്ലാം വാരിപ്പിരുത്തിട്ടിരിക്കുകയാണ്, എനിക്കറിയാം. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കിംഗ് ആണ്. അപ്പോൾ നമ്മളെ ഡ്രസ്സും ബാക്കി സാധനങ്ങളെല്ലാം എടുത്ത് വയ്ക്കുക. അപ്പോൾ അതാണ് ഇനിയുള്ള പരിപാടി. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. എല്ലാം മെസ്ഡപ്പായി കിടക്കണമെന്ന് എനിക്കറിയാം. ഞാൻ എത്ര സൂക്ഷിച്ച് വെച്ചാലും ഒന്നും മര്യാദയ്ക്കിരിക്കില്ല. നമുക്ക് ഡ്രസ്സെല്ലാം എടുത്ത് പാക്ക് ചെയ്യണം. അതൊരു 5 ദിവസത്തെ ട്രിപ്പാണ്. സോ 5 ദിവസത്തേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് പോകുന്നത്. അതുപോലെ തന്നെ വണ്ടി ഇപ്പോൾ കഴുകി ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ചെയിൻ ലൂബൊക്കെ ചെയ്ത് വണ്ടി ഫുൾ ഓണാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ കാണാം. ഉച്ചയ്ക്കല്ല, രാത്രി 1 മണിയൊക്കെ ആകുമ്പോൾ കാണാം. ഓക്കെ, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ആലപ്പുഴ എത്താൻ നമ്മളെ ഡെസ്റ്റിനേഷൻ വെറും 3 മണിക്കൂർ മതി. പക്ഷേ ഇത്തിരി നേരത്തെ ഇറങ്ങണം, കാര്യം മഴയുണ്ട്. അപ്പോൾ പോകുന്ന വഴി മഴ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കയറി സ്റ്റേ അടിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയാണ്. നമുക്കൊരു 5 മണിക്ക് ലൊക്കേഷനിലെത്തണം. അപ്പോൾ ഇന്നത്തെ ട്രാവൽ വീഡിയോ, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ 5 മണിക്കാണ്. അപ്പോൾ ഇനി ബൈക്കിൽ അങ്ങോട്ട് ഒരുപാട് വ്ളോഗിംഗ് ഒന്നും കാണൂല. പാതി വഴിയിലും ചിലപ്പോൾ മഴയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ പലയിടത്തും ഇറങ്ങി കയറിയൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ഏകദേശം 5 മണിക്ക് നമ്മൾ ലൊക്കേഷൻ എത്തണം. അപ്പോൾ 5 മണിക്കാണ് ഇന്നത്തെ പരിപാടി. സോ ഇനി നമുക്ക് ബാക്കി വണ്ടിയിലെത്തിയിട്ടാണ്. ബൈ. രാവിലെ 12 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് യാത്ര ആരംഭിച്ചതാണ്. ആലപ്പുഴയിൽ രാവിലെ തന്നെ പോകുന്നതിനൊരു കാര്യമുണ്ട്. ആലപ്പുഴയിൽ നമ്മളിന്നൊരു കയാക്കിങ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ മഴയാണ്. ഇനിയും എവിടെയെങ്കിലുമൊക്കെ കയറി നിന്നാൽ നമ്മൾ ലേറ്റാവും. സോ നമുക്ക് വെച്ച് പിടിക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി കൂടുതൽ വണ്ടിയിലിരുന്നൊന്നും സംസാരിക്കുന്നില്ല. കാര്യം ഹെവി റെയിനാണ്. ഇതിൻ്റെ മൈക്ക് അഡാപ്റ്റർ അടിച്ചു പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ മഴയത്തോടെ ഓടിച്ചുകൊണ്ടുള്ള റിസ്ക് കാരണം ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കൂടുതൽ ബൈക്കിൽ സംസാരിക്കില്ല. അപ്പോൾ ഇരുട്ടാണ്ട് നിങ്ങൾക്ക് ചിലപ്പോഴേ കാണാൻ പറ്റുള്ളായിരിക്കും. അതുപോലെ തന്നെ സൗണ്ടും അത്ര ക്ലിയർ ആയിരിക്കില്ല. ഇപ്പോൾ സമയം രാവിലെ 3:50 ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റിയിട്ടില്ല. കാര്യം മഴയാണ്, ഹെവി റെയിനാണ്, ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റൂല. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ശ്രീ ശാരദാദേവി ക്ഷേത്രം, ചങ്ങൻകുളങ്ങര, ഓച്ചിറ. അപ്പോൾ ഈ മെയിൻ റോട്ടിൽ നിന്ന് സൈഡിലായിട്ട് കാണുന്ന ഒരു അമ്പലത്തിലാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം വേറെ ആരുമില്ല, ഞാനും അമ്പലത്തിലെ ദൈവവും മാത്രമേ ഉള്ളൂ. ഇവിടെ നല്ല ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല, എനിക്കറിയാം. അതിനോ എന്തായാലും ഇത്രയും കാലം ഇവിടെ നല്ല വേനലായിരുന്നു, നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ഹെവി റെയിനാണ്. വീട്ടിൽ നിന്ന് ഒരു 12:30 ഇറങ്ങിയതാണ്, ഇതുവരെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കയറി നിൽക്കേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ വെയിലായാലും ശരി മഴയായാലും ശരി നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്മാറൂല. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എന്താണെന്നുള്ളത്, ഇന്ന് നമ്മൾ പോകുന്ന കാര്യം എന്തായാലും നടത്തിയിട്ടേ നമ്മൾ തിരിച്ചിവിടെ നിന്ന് പോകും. മഴയൊക്കെ ഒന്ന് തോരട്ടെ, അല്ലെങ്കിൽ മഴയത്ത് ഒരു റൈഡ് അടിക്കാവുന്നതാണ്. പക്ഷേ ഗോപ്രോ വെച്ചുകൊണ്ട് പോകുന്നത് റിസ്ക്കാണ്, മൈക്കിനൊക്കെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബാഗിൻ്റെ അകത്ത് ലാപ്ടോപ്പും എല്ലാം ഇരിക്കുകയാണ്. അപ്പോൾ അത്രയും വലിയൊരു റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ മഴയത്തോടെ വണ്ടി ഓടിക്കാൻ നല്ല രസമാണ്. മഴയത്തോടെ വണ്ടി ഓടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിവേസ് നമുക്ക് നോക്കാം. 4:30 കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് നേരെ പോവാം. ഫൈനലി എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഗൈഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോകുന്നു. അതാണ് നമ്മുടെ ഗൈഡ്. ഇരുട്ടാണ്, മൊത്തം കാണാൻ പറ്റുമോ എന്തോ. ആകാശത്തിൽ നല്ല കാർമേഘം കൂടിയുണ്ട്. എന്തായാലും തറ ഇപ്പോഴൊന്നും വെട്ടാൻ പറ്റൂല. ഓട്ടെ, ഇവിടെയൊക്കെ എന്തായാലും നല്ല ആഴമുണ്ട്. ഞാൻ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ എന്തായാലും മുങ്ങിപ്പോവും, അത്ര ആഴം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മഴ പൊടിയുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ കയാക്കിങ് ഫുള്ള് വെള്ളത്തിലായിരിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അടിപൊളി, മഴ പൊടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വീടിനെയും കാട്ടി കൂടുതൽ ഹൗസ് ബോട്ടുകളാണ് കൂടുതലുള്ളത്. ഞാനിപ്പോൾ ഈ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത് പുന്നമടക്കായലിലാണ്. അപ്പോൾ നാടോടി കയാക്കിങ് എന്ന് പറയുന്ന ഒരു കയാക്കിങ്ങിലാണ് ഞാൻ വന്നത്. ഇതിൻ്റെ റേറ്റ് 6 കിലോമീറ്ററിൻ്റെ ലോങ് ഉള്ളതാണ് ഞാൻ എടുത്തത്. 1500 രൂപയാണ് അതിൻ്റെ റേറ്റ്. അത് കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഇത് മഴയത്ത് തന്നെ നമുക്ക് പോവാം.
നിലവറ വഴിയില്ലല്ലോ. ഇത്രയും നാൾ ട്രിപ്പെല്ലാം പ്ലാൻ ചെയ്ത് അതിൻ്റെ പൈസയൊക്കെ അതിൻ്റെ മണിയൊക്കെ എയിം ചെയ്യുന്നത് വരെ ആ ഒരു ബഡ്ജറ്റൊക്കെ തയ്യാറാക്കുന്നത് വരെ അന്തരീക്ഷം വളരെ സൂപ്പറായിരുന്നു. പൈസയൊക്കെ കിട്ടി എല്ലാം ഓക്കെ ആയി ട്രിപ്പ് പോകാൻ തയ്യാറായി നിന്ന ഈ ഒരു മൊമെൻറ്റിൽ ട്രിപ്പ് പോകാൻ തയ്യാറായി നിന്നപ്പോഴല്ല, ഇത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതിൻ്റെ പിറ്റേന്ന് തൊട്ടാണ് മഴ സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് ഒരു അധഭാഗ്യൻ. എന്നാലും കുഴപ്പമില്ല, വരുന്നു. പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്യാണ്. ഞാൻ നല്ല സ്ലോ ആണ്. ഇപ്പോഴും നമ്മൾ ഒരു മെയിൻ കായലിലോട്ട് ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ കായലിലോട്ട് ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മെയിൻ കായലിൽ എത്തിയിട്ട് കാണാം ഇപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മഴയെങ്കിൽ മഴ. അപ്പോൾ മഴയത്ത് നമുക്കൊന്ന് ചില്ലടിക്കാം. ആ ഒരു മഴ നനയാൻ തയ്യാറായി ആണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സോ ഇനി നമുക്ക് മഴയത്ത് അടിച്ച് പൊളിക്കാം. മെയിൻ കായലിലോട്ട് എത്തിയിട്ട് കാണാം. നല്ല ആഴമുള്ള കായലിലോട്ട് എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഒരാളെ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഹൗസ് ബോട്ടിൻ്റെ സൈഡിലായിട്ട് ആ കരയിലിരിക്കുന്നതാണ് നമ്മുടെ റോളോ. പുള്ളിക്കാരൻ അവിടെ മഴ നനഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ ഞാൻ ഫസ്റ്റ് അവിടെയാണ് വന്നിറങ്ങിയത്. അവിടെ വന്നിറങ്ങിയിട്ട് അവിടെ നിന്നൊരു ബോട്ടിലാണ് നമ്മൾ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തോട്ട് പോയത്. ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. ഇങ്ങോട്ട് പോകണം. എൻ്റെ ഗൈഡിന് നല്ല ദേഷ്യം വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കുറേ നേരമായിട്ട് തിരിഞ്ഞ് നിൽക്കും, പിന്നെ തുഴഞ്ഞു പോകും. ഓട്ട് ചില സമയത്തൊക്കെ വണ്ടി എങ്ങോട്ടോ പോകണം. ഫസ്റ്റ് ടൈം വേണ്ട, ഇങ്ങനെ വയ്ക്കണമല്ലേ? ഓ, നേരത്തെ ഇരുട്ടണ്ട്, ഞാൻ ഒന്നും കണ്ടില്ല. ഇത് കണ്ടോ, മാക്സിമം ബ്ലേഡ് ഫ്രണ്ടിലേക്ക് കെട്ടിച്ചിട്ട് ബാക്കിലോട്ട് പുഷ് ചെയ്യുമ്പോഴത്തേക്ക് മൂവിന് തന്നെ വണ്ടി എങ്ങോട്ടൊക്കെ പോകുന്നു. വണ്ടി എൻ്റെ കൺട്രോളിലല്ല. അപ്പോൾ ഇവിടെ ശരിക്കും ഹൗസ് ബോട്ടുകളുണ്ട്. ഹൗസ് ബോട്ടിലൊക്കെ കയറണമെന്നുണ്ട്, പക്ഷേ ഭയങ്കര ബഡ്ജറ്റാണ് ഹൗസ് ബോട്ടിലൊക്കെ. ഓക്കെ, അത് വേറെ വലിയ ബോട്ടിൻ്റെ റൂട്ടാണ്. അവിടെ കയറാണ് നമ്മൾ കളിക്കുന്നത്. മരുന്ന് എന്തോന്നു? തൈറോയ്ഡ്. ഹൈപ്പർ തൈറോയ്ഡ്. ഇത്ര തൊലിക്കാനും ഇരിക്കുന്നത് ഉമ്മർക്ക് പുച്ഛം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആരോഗ്യം നോക്കണ്ട. പവർ മോഡിലായിരിക്കും. ഞാൻ ചുമ്മാ പറഞ്ഞു, ഇത് മറ്റേ തൈറോയിഡിന്റെ ഗുളിക കേട്ടോ. ഇതൊന്നും വരൂല, കായലിന്റെ നടുക്ക് വെച്ച്. അയ്യോ, ഓ ഇത് തിരിച്ചാണല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയാക്കിൽ നിന്ന് വേറെ 2 പേരും കൂടി ഉണ്ട്. കണ്ടിട്ട് ചൈനക്കാരെ പോലും ഉണ്ട്. പക്ഷേ അവർ ചെറിയ ഷോർട്ട് റൈഡാണ് എടുത്തത്. അതുകൊണ്ട് അവർ റെസ്റ്റൊക്കെ എടുത്ത് പയ്യെ വരൂ. നമ്മളൊരു ലോങ് റൈഡാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് 6 കിലോമീറ്റർ ഉണ്ട്. സോ വൻ തുക. ചൈനക്കാരെ ഒടുക്കത്തെ തുഴ, റോക്കറ്റ് വിട്ടതുപോലെ പോകും. ചൈനക്കാരൻ്റെ നാട്ടിൽ കയാക്കി മത്സരത്തിന് വല്ലതും പോയിട്ടുണ്ടായിരിക്കും. അയ്യോ, വണ്ടി ഇടിച്ചില്ല, കടിയണ്ട. അയ്യോ, ഞാൻ മര്യാദയ്ക്ക് ഓടിച്ചുകൊണ്ട് പോയിട്ട് മര്യാദയ്ക്ക് പോകുന്നവരോടെ പെടലിയിൽ ചെന്ന് കയറുകയാണ്. ഇപ്പോൾ തറ ഏകദേശം വെട്ടം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, മേഘം, നല്ല കാർമേഘമുണ്ട്. ഇന്നിനിപ്പോൾ ഒരു തെളിഞ്ഞ അന്തരീക്ഷം പ്രതീക്ഷിക്കണ്ട. നമ്മളിപ്പോൾ ഏകദേശം കായലിൻ്റെ നടുക്ക് എത്താറായില്ല. പക്ഷേ നല്ല ആഴമുള്ള സ്ഥലമാണ്. ഇതിൻ്റെ ആഴം എത്ര ഉണ്ടോ ഞാൻ കാണിച്ചു തരാം. അയ്യോ, എന്താ
ഈ ഒരു തുഴ ഫുള്ള് മുങ്ങിപ്പോകാനുള്ള ആഴം അതിലും കൂടുതലുണ്ട്. താഴോട്ട് ഇനി പോയ തുഴ അങ്ങ് വെള്ളത്തിൽ പോകും. അപ്പം ഇത് നേരെ കാണുന്നതാണ് ഓരോ റിസോർട്ടുകളൊക്കെയാണ്. റിസോർട്ടുകളുടെ പണിയൊക്കെ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 5-6 വർഷം കൂടി കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പൈസയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും ആ റിസോർട്ടിൽ വന്ന് താമസിക്കണം. ഇത് ഓപ്പൺ ആയില്ലോ അല്ലേ? ഈ സ്പോട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇതാണ് നമ്മുടെ സൂര്യോദയം കാണേണ്ട സ്പോട്ട്. കയാക്കിങ്ങിൽ നമ്മളിവിടെ വന്ന് നിൽക്കും. എന്നിട്ട് ഈ സൂര്യോദയമൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടാണ് ബാക്കി റൈഡൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് സൂര്യൻ എന്ന് വരൂല. വരൂലെന്നല്ല, നമുക്ക് കാണാത്തില്ല. എന്തായാലും ഇത് വൈബായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കായലിലാണ് നിൽക്കുന്നത്. നീന്തൽ അറിഞ്ഞൂടാ എങ്കിൽ കറക്റ്റ് മുങ്ങിപ്പോയാൽ പിന്നെ തപ്പിയെടുക്കാൻ മുങ്ങൽ വിദഗ്ധന്മാർ വരേണ്ടി വരും. അത്രയ്ക്ക് ആഴം ഇവിടെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല വൈബായിട്ടുണ്ട്. എൻ്റെ ഒരു ഡ്രീമാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇങ്ങനെ ഒരു ചെറിയൊരു സെറ്റപ്പിൽ നമ്മൾ വെള്ളത്തിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നാട്ടിലായിരുന്ന സമയം വലിയ വാഴ വെട്ടി ഒരു ആറ്റിലിട്ടിട്ട് അതിൽ കയറി നിന്ന് നീന്തുമായിരുന്നു. അന്ന് അത് എത്രത്തോളം എൻജോയ് ചെയ്തു, അല്ലെങ്കിൽ അന്ന് അതൊക്കെ നമ്മൾ എങ്ങനെയാണ് എൻജോയ് ചെയ്തത്. അന്നൊക്കെ നമ്മുടെ ഒരു ദാരിദ്ര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വിശാലമായ ഒരു കായലോ അല്ലെങ്കിൽ ഒരു ഇതേപോലെ ഒരു കയാക്കിങ്ങോ നമ്മളതിലില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. വിശാലമായിട്ട് ഇങ്ങനെ മനസ്സ് തുറന്ന് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ തുഴഞ്ഞു പോവാം. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് നമ്മളെ പുന്നമടക്കായൽ. നമ്മൾ വന്നത് അവിടെ നിന്നാണ്. ഹൗസ് ബോട്ടുകൾ നിരത്തിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഹൗസ് ബോട്ടുകളുണ്ട്. ഇനി കുറച്ച് സ്പീഡപ്പായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ബ്രേക്ക് ഉണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാം. അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ല. അടിപൊളി വൈബ് തന്നെ. ചൈനക്കാർ ഇവിടെ കുറച്ച് 3 കിലോമീറ്ററിൻ്റെ ഷോർട്ട് റൈഡാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാനും എൻ്റെ ഗൈഡും ഇവിടെ 6 കിലോമീറ്ററാണ് പോകുന്നത്. നമ്മളെ റൈഡ് ചിലപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ബ്രേക്ക് ടൈം കഴിഞ്ഞു. സോ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള സ്ഥിരം കാഴ്ചയാണ് ഈ കാണുന്നത്. ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പറക്കുന്ന പക്ഷികളെല്ലാം ഇങ്ങനെ വി ഷേപ്പിൽ കുറേ നേരമായിട്ട് ഇവിടെ കിടന്ന് പറക്കുകയാണ്. ഓക്കെ, അതുമാത്രമല്ല ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഭയങ്കര പ്രശസ്തമായ ഒരു സ്ഥലമാണ്. വേറെ ഒന്നുമല്ല, ഇതാ അവിടെ കാണുന്നതാണ് നമ്മുടെ വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ്. അപ്പോൾ വള്ളംകളി നടക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ കയാക്കിങ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ തോന്നുന്നു മഴയാണ് നല്ലതെന്ന്, വെയിലിനെയും കാട്ടി. നല്ല രസമുണ്ട്. ഇതാണ് വൈബ്. എൻ്റെ കയാക്കിങ് നല്ല സ്ലോ ആയിട്ടാണ് പോകുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടാ. എൻ്റെ തുഴ അത്ര ശരിയല്ലാത്തതുകൊണ്ടായിരിക്കും. ഈ തുഴയല്ല, ഞാൻ ചെയ്യുന്ന ഈ തുഴഞ്ഞ് അത്ര ശരിയല്ലാത്തതുകൊണ്ടായിരിക്കാം. മാത്രമല്ല എൻ്റെ ഹൈറ്റിന് ഇത് ശരിയായിരിക്കുമോ എന്നറിഞ്ഞൂടാ. ഞാൻ കാലെടുത്ത് വെളിയിട്ട് നോക്കാം. ആ പൊളി. ഇപ്പോൾ കാലെടുത്ത് വെളിയിട്ടാണ് ഓടിക്കുന്നത്. നല്ല രസമുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മല നടന്ന് നീന്തും പോലെ ഉണ്ട്. ഈ വെള്ളത്തിൽ വല്ല സ്രാവ മുതലേ വല്ലതൊക്കെ ഉണ്ടെന്തോ. കാലൊക്കെ എടുത്ത് വെളിയിട്ടാണ് തുഴയുന്നത്. അകത്തെത്തും. അങ്ങോട്ട് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. അങ്ങോട്ടൊന്നും മഴയില്ല. പക്ഷേ എൻ്റെ ബാക്കിൽ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചിടാം.
ബാക്കിൽ കണ്ടോ ഹെവി റെയിനാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8-8:30 ആയി കാണും. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൂട്ടിയടിയാണ്. വേറെ ആരുമായിട്ടുള്ള ദാ വരുന്ന ഹൗസ് ബോട്ട് നമ്മളെ നേരെയാണോ വന്നുകൊണ്ടിരിക്കണം. എനിക്കാണെങ്കിൽ ഒരു കൺട്രോളില്ല. ഞാൻ ഇങ്ങോട്ടെങ്കിലുമൊക്കെ ഇരിക്കും പോകുന്നത്, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. സോറി, ഞാൻ കുറേ നേരമായിട്ട് ഈ ഒരൊറ്റ വ്യൂ മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. കാര്യം എൻ്റെ 2 കൈയും ഫ്രീ അല്ല. ഇതൊന്ന് അഴിച്ച് പണിയാൻ എവിടെയെങ്കിലും ഒന്ന് ഫ്രീ ആവാൻ നേരത്ത് ഞാൻ ഇതിൻ്റെ ഓൾറൗണ്ട് വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഓ വലിയ ബോട്ട് പോയതിൻ്റെ അലയാണ്, കടലിൽ കൂടെ പോകുന്ന പോലെ ഉണ്ട്. ആ ഒരു വേവ്, വലിയ ബോട്ട് പോകുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ആ ഒരു വേവ് കടലിൽ കൂടെ ഇങ്ങനെ ചാടി പോകുന്ന പോലെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നത്. ഇവിടുത്തെ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മൊത്തത്തിലൊരു വ്യത്യസ്തപ്പെട്ടായിരിക്കുന്നു. അതായത് ഈ ബോട്ട്, വെള്ളം, കുട്ടനാടുകാർക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ഈ ആലപ്പുഴയിലുള്ള മിക്ക ആളുകൾക്കും എന്താ ബോട്ടെന്ന് പറയുന്നത് ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണാം, ഞാൻ ഈ പുന്നമടക്കായലിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. ഇവിടെ എത്ര ആഴം ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്ത് ചാടി അളന്ന് നോക്കാനുള്ള ധൈര്യമില്ല, കാരണം എനിക്ക് നീന്തൽ അറിഞ്ഞുകൂടാ. അത് തന്നെയാണ് മെയിൻ കാര്യം. ഈ കാണുന്നതൊക്കെയാണ് ഇതിന് ചുറ്റുമുള്ള കാഴ്ചകൾ. കൂടുതലും ഹൗസ് ബോട്ടുകളാണ് ഇതിന് ചുറ്റുമുള്ളത്, അതുപോലെ തന്നെ റിസോർട്ടുകളും അതേപോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഉള്ള മഴയെല്ലാം നനഞ്ഞ് ഒരു പരിവായിട്ടുണ്ട്, മുടിയെല്ലാം നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പോകുന്നൊരു ഹൗസ് ബോട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എത്രത്തോളം കിടിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം വരുന്ന വഴി മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ എത്തിച്ചേർന്നത് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. മഴ ആയതുകൊണ്ടാണ് അതൊന്നും ചെയ്യാൻ പറ്റാത്തത്. എൻ്റെ മൈക്ക് വരെ അടിച്ച് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. ഒരുപാട് പോരായ്മകളുണ്ട്, അതെല്ലാം പരിഹരിക്കാം. പക്ഷേ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു വലിയ ട്രിപ്പാണെന്ന് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു. ഇവിടെ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് ഞാൻ പോകും. ആ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ, ലവ് യു.